അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. ടാനൊക്കെ മാറി നല്ല ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കോഫി പൗഡർ ആവശ്യമാണ്, റൈസ് പൗഡർ, മറക്കാത്ത അരിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ വേണം, ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ വേണം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് തൈര്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ശകലം തേനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്താൽ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതെല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. നല്ലൊരു മോയ്സ്ചറൈസ് ആണ്, ഒരു ആന്റി ഏജിങ് ആണ്, ഒരു ടൈറ്റനിങ് ആണ്, ടാൻ മാറും. ഇതിനെല്ലാം പറ്റിയ ഒരു പാക്കായിരുന്നു ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡൾനെസ് ഒക്കെ സ്കിന്നിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജെല്ലാണ് നമുക്ക് ഇന്ന് ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. ഇത് സ്കിൻ ഫേമിങ് ചെയ്യുന്നതും ടൈറ്റൻ ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള ജെല്ല. ഈ ജെല്ല് നമ്മളൊരു ശകലം കയ്യിലെടുക്കുന്നു. ഇത്രയും ജെല്ല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ ജെല്ല് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ആർക്കാണോ ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മുടിയെല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു നല്ല ഒരു ക്ലോത്ത് എടുത്ത് നല്ലതായിട്ടൊന്ന് നമ്മൾ തുടയ്ക്കുന്നു. ഇപ്പൊ ഈ ഫേസ് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാ, പക്ഷെ ടാനായിട്ട് വെയിൽ കൊണ്ട് ഒരാഴ്ചയിലുള്ള ടാൻ അത്രയും ഫേസിലുണ്ട്. ഇതെല്ലാം ഇപ്പൊ നമുക്ക് ചെള്ളുന്നു. ഇപ്പം ഫേസ് നല്ല ടാനായിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാ. ഈ ഫേസ് നമുക്ക് ഇത് പഴയ സ്കിന്ന് പോലെ ആക്കിയെടുക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു ആന്റി ഏജിങ്ങും ഫേമിങ്ങും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ ക്ലെൻസർ തന്നെയായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ഒരു ക്ലോത്ത് വെച്ച് നമ്മൾ മുഖം ഒന്ന് തുടച്ചു. അതിനുശേഷം ഈ ജെല്ല് ഇത് നമ്മൾ ക്ലെൻസിങ് മിൽക്കിന് പകരമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ജെല്ല് ഇതിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ലൈറ്റായിട്ട് ഒരു മസാജ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫേസിൽ എന്ത് മസാജ് കൊടുത്താലും താഴോട്ട് ചെയ്യാൻ പാടില്ല. എല്ലാം ഇങ്ങനെ ഉയർത്തിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ഇടുകയാണെങ്കിലും ഇതേപോലെ കഴുത്തേലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇതേപോലെ വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ജ്യൂസുകളെല്ലാം സ്കിന്നിൽ അബ്സോർവ് ചെയ്യും. ടാൻ പതുക്കെ മാറാൻ തുടങ്ങും. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ടൈറ്റനിങ് ആയിട്ടും നമുക്ക് കാണപ്പെടും. മുഖത്ത് ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിലൂടെ കൊടുത്തിരിക്കണം. അപ്പോൾ മുഖത്തിനെ പോലെ കളറ് കഴുത്തിലും കിട്ടിയിരിക്കും. ഇതേപോലെ ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് കൊടുത്തു. അതിനുശേഷം നല്ലതായിട്ട് നമ്മളിതങ്ങ് തുടച്ചു മാറ്റുന്നു. അപ്പോൾ ഇതേപോലൊരു ക്ലെൻസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്കിൻ നല്ലൊരു ആ ടാനൊക്കെ മാറി ആ ഒരു കൂളിംഗ് എഫക്റ്റുമാണ് നമുക്ക് ഈ ഇപ്പൊ നമ്മൾ ചെയ്ത ജെല്ല്. ഇനി നമുക്ക് നല്ലതായിട്ട് തുടച്ചു മാറ്റി. ഇപ്പൊ തുടച്ചു മാറ്റിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡീപ്പായിട്ടുള്ള
ഡസ്റ്റും അഴുക്കും എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ജെല്ലിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് കോഫി പൗഡർ ഉണ്ട്, ഒരു ശകലം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അരി പൗഡർ ഉണ്ട്, പിന്നെ ഒരു ശകലം തൈരും തേനും മാത്രമേ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സുലോടെ പൊട്ടിച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത്രയും നമുക്ക് നല്ലതായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടാനൊക്കെ മാറി ഓക്കെ. അപ്പൊ നമ്മളൊരു പാക്ക് ഇട്ടു, 20 മിനിറ്റ് ഇപ്പം കഴിഞ്ഞിരിക്കുക. അപ്പൊ ശേഷം ഒരു പാക്ക് ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമുക്കിതൊന്ന് റബ്ബ് ചെയ്ത് മാറ്റാം. അത് നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ലൈറ്റായിട്ട് ഒരു 5 മിനിറ്റ് മസാജ് കൊടുക്കുന്നു. നല്ലതായിട്ട് ഫേസ് ഒന്ന് നനച്ചതിന് ശേഷമേ നമ്മൾ ഇതുപോലെ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ പച്ചപ്പാല് അല്ലെങ്കിൽ കരിക്ക്, ഒരു പീസ് കരിക്ക് എടുത്തിട്ട് മിക്സി നല്ലതായിട്ട് അടിച്ച് അത് വെച്ച് ഇതുപോലെ മസാജ് കൊടുത്താൽ സ്കിൻ നല്ല കൂളിങ് വരും. അല്ലെങ്കിൽ ഇതുപോലെ ഓറഞ്ച് ജ്യൂസോ ഒന്നുമില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ തൊട്ട് ഇതുപോലെ നമ്മൾ നനച്ചതിന് ശേഷം മാത്രമേ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നല്ലതായിട്ട് ഉണങ്ങുമ്പോൾ സ്കിൻ നല്ല ടൈറ്റൻ ചെയ്യും. ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഫേസ് എങ്ങനെ മാത്രം ചേഞ്ച് വന്നെന്ന് കാണാം. സ്കിൻ നല്ലതായിട്ടൊന്നും ഇരിക്കും ചെയ്യും, ഡൾനെസ് വരത്തില്ല. ടാൻ വന്നാൽ തന്നെ അതങ്ങ് റിമൂവ് ചെയ്ത് പോകും. കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ വരുന്നെങ്കിൽ അതെല്ലാം മറയും. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ഫേസ് പാക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പാക്ക് ഒന്ന് നമുക്ക് കഴുകിയിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഫേസ് പാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം തന്നെ ഫേസ് കാണുമ്പോൾ അറിയാം നല്ല ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ടാനൊക്കെ മാറി നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാക്ക് ഇട്ടാലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റിൽ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു തണുത്ത വെള്ളത്തിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഗോസ് എടുക്കുക. ഇതുപോലെ നമ്മൾ സ്കിന്നൊന്ന് തണുപ്പിക്കണം. കൂൾ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഇപ്പോൾ എടുക്കുന്നു. ഇതിൽ നിന്ന് ഒരു ശകലം എടുക്കുക, ഒരു ശകലം മോയ്സ്ചറൈസർ എടുത്തു. ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും അതിനുശേഷം നമ്മളൊരു ഇതുപോലൊരു മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നു. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്, ടാനൊക്കെ മാറിയിട്ടുണ്ട്, ഫേസ് ഒരു ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മളൊരു യാത്രയൊക്കെ ചെയ്തിട്ട് വന്നാൽ ഇതുപോലെ ഒരു നല്ലൊരു ക്ലെൻസിങ് ചെയ്ത് ഇതുപോലെ ഫേസ് പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ എന്നും ഫ്രഷ് ആയിട്ടിരിക്കും, ടാൻ വരത്തില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ ഫേസ് പാക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷൻ പോകാനൊക്കെ ഇതുപോലെ പാക്ക് നമുക്ക് നല്ല ഉപകാരമുള്ളതാണ്. ഇനി നമുക്ക് ഷേർലിയുടെ തന്നെ ഇതിന്റെ ഒരു അഭിപ്രായം ചോദിക്കാം. ഷേർലി, എങ്ങനെ ഇരിക്കുന്നു ഈ ഫേസ് പാക്ക്? അപ്പോൾ ഈ പാക്ക് എല്ലാവരും ചെയ്യുക. ഉണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.